ഹലോ ഗൈസ്, ഞാനൊരു സ്പെഷ്യൽ ഐറ്റമാണ് ഇന്നിവിടെ കാണിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. മാത്രമല്ല പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതാണ്. വേറൊന്നുമല്ല, ഫലൂഡയാണ് കേട്ടോ ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ വിശന്നിട്ടാവും വരെ ഇത് കൊടുക്കുമ്പോൾ അവരൊക്കെ നല്ല ഹാപ്പി ആയിരിക്കും. ഫലൂഡ മിക്സ് വെച്ചിട്ടാണ് കേട്ടോ ഞാനിവിടെ തയ്യാറാക്കുന്നത്. ബേക്കേഴ്സിൻ്റെ ഫലൂഡ മിക്സാണ് ഞാനിവിടെ വാങ്ങിയിട്ടുള്ളത്. 200 ഗ്രാമാണ്. മാംഗോ ഫ്ലേവറാണ്. മാത്രമല്ല ഇതിൻ്റെ തന്നെ പിസ്ത ഫ്ലേവർ ഉണ്ട്, റോസ് മിൽക്കൊക്കെ ഉണ്ട്. ഇവർക്ക് മാംഗോ ഫ്ലേവർ മതി എന്ന് പറഞ്ഞ കാരണം അതാണ് വാങ്ങിയിട്ടുള്ളത്. ഇതിൽ നമ്മൾ പ്രത്യേകിച്ച് പഞ്ചസാര ഒന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല, എല്ലാം ഇതിൽ തന്നെ ഉണ്ട്. നമുക്ക് പഞ്ചസാര ഒന്നും പ്രത്യേകിച്ച് ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇതെല്ലാം സൂപ്പർ മാർക്കറ്റിലും കിട്ടുന്നതാണ്. 60 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. 2 ഗ്ലാസ് പാൽ ഞാൻ എടുത്തിട്ടുള്ളത്. ഇതുകൊണ്ട് 2 ഗ്ലാസ് പാൽ, മൊത്തം 1 ലിറ്റർ പാലുണ്ടാവും. ഇത് അര ലിറ്ററിൻ്റെ ഗ്ലാസ്സാണ്. മൊത്തം 1 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് തിളപ്പിക്കാനായിട്ട് വെക്കാം. ഞാനിത് ആദ്യം തിളപ്പിച്ച കാരണം തന്നെ ഒന്ന് ജസ്റ്റ് തിളക്കേണ്ട കാര്യമുള്ളൂ. ആദ്യം തിളപ്പിച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതാണ്. അപ്പോൾ ജസ്റ്റ് തിളച്ചതിന് ശേഷം ഞാനൊരു ബൗളിലേക്ക് കുറച്ച് പാൽ മാറ്റുന്നുണ്ട്. എന്താ കാര്യം എന്ന് വെച്ചാൽ ഇത് മിക്സ് ചെയ്ത് നമുക്ക് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം, അതല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കും. അപ്പോൾ എൻ്റെ കയ്യിൽ ക്യാമറ ഉള്ളതുകൊണ്ട് എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ട് അതിലേക്കാണ് ഞാൻ ഫലൂഡ മിക്സ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് പാൽ മാറ്റിയിട്ട് അതിലേക്ക് ഫലൂഡ മിക്സ് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ മിക്സ് ചെയ്തതിന് ശേഷം ഈ മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇതിലത്തെ സേമിയൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 5-6 മിനിറ്റ് ആകുമ്പോഴത്തേന് ഇതൊന്ന് കുറുകിയ പാകത്തിലായി വരും. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് എടുക്കാം. ഇളക്കി കൊടുത്തുകൊണ്ട് നിൽക്കണം, അതല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ഇതിപ്പോൾ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല, എന്നെങ്കിലും നമ്മൾ ഇളക്കി കൊടുക്കണം നല്ലതാണ്. അപ്പോൾ അതൊന്ന് കുറുകിയ പാകത്തിലായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഞാനൊരു വേറൊരു ബൗളിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്കതൊരു ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കാം. ഒരു 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമുക്ക് എടുക്കാം. അപ്പോഴത്തേനും നമുക്ക് ഫ്രൂട്ട്സൊക്കെ റെഡിയാക്കി എടുക്കാം. ഒരു അനാർ എടുത്തിട്ടുണ്ട്, ചെറിയ അനാറാണ്. പിന്നെ ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്, ആപ്പിള്, പിന്നെ ഒരു പഴം, മാംഗോ ആണ് എടുത്തിട്ടുള്ളത്. നട്ട്സ് എടുത്തിട്ടുണ്ട്. നമ്മളെ കയ്യിലുള്ള എല്ലാ ഫ്രൂട്ട്സും നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പുളിയുള്ളതൊന്നും ഇട്ട് കൊടുക്കരുത്. പുളി ഇല്ലാത്ത എല്ലാ ഫ്രൂട്ട്സും നമുക്ക് ഇട്ട് കൊടുക്കാം. അധികം പുളിയുള്ളത് ഇട്ട് കൊടുക്കരുതെന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ കുറച്ച് മിക്സ് ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ മിന്നൂസിന് ഈത്തപ്പഴവും നട്ട്സൊന്നും ഇഷ്ടമല്ല, അതുകൊണ്ട് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ഫ്രൂട്ട്സൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളെ കയ്യിൽ പുളിയില്ലാത്ത എന്തെല്ലാം നട്ട്സ് ഫ്രൂട്ട്സ് ഉണ്ടോ അതൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിന്നൂസിന് ആപ്പിൾ ഇട്ട് കൊടുക്കുന്നുണ്ട്, അനാറ്, പിന്നെ അതുപോലെ പഴവും മാങ്ങയും കൂടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിവിടെ റെഡി ആയിട്ടുണ്ട്. മിന്നൂസിൻ്റെത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കതൊന്ന് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ ബൗൾ ഐസ്ക്രീം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഐസ്ക്രീം ചെറുതാണ്, എല്ലാവർക്കും അത് തികയില്ല. അപ്പോൾ ഞാൻ എല്ലാത്തിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഷെയർ ചെയ്തിട്ട് കൊടുക്കുന്നത്. ഐസ്ക്രീമൊക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് വരും. വാനില ഐസ്ക്രീമാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. മാംഗോൻ്റെ ചെറുത് കിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ വാനിലയാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് പറയണേ. സൂപ്പറാണ് കേട്ടോ, സൂപ്പർ ടേസ്റ്റായിരുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണേ. Thanks for watching.